ഇസ്ലാമിക വീക്ഷണത്തിൽ യാത്ര എന്നത് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമല്ല, അതൊരു ഇബാദത്തും കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയെക്കുറിച്ചും യാത്രാ മര്യാദകളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. യാത്ര എന്നത് ദുരിതത്തിന്റെ ഒരു കഷ്ടമാണ്. സഫർ, കാരണം അതിൽ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. മടങ്ങിവരവിന്റെ സന്തോഷം, എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം സ്വന്തം വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങിയെത്തുന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെ ഇല്ല. ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഈ ഒരു ദിക്റ് ചൊല്ലുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട ജിതു മിന്ന ഇസ്ലാമിക് വ്ലോഗ് കുടുംബാംഗങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യാത്രയും മടങ്ങിവരവും അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കിയപ്പോ, യാത്രകളെ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകൂലല്ലോ. ഒരു ആവശ്യത്തിന് പോകുന്നവരും വിനോദത്തിനായിട്ടൊക്കെ പോകുന്നവരും ദീർഘകാല യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ നമ്മുടെ നാഥനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ്. തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ അറിയാതെ ചെയ്യുന്ന ഒരു സുന്നത്തുണ്ട്, ഒരു ദിക്റുണ്ട്. എന്തിനാണ് ഞാൻ മടങ്ങി വരുമ്പോൾ പക്ഷാതാപിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ഇസ്ലാമിക വീക്ഷണത്തിൽ യാത്ര എന്നത് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമല്ല, അതൊരു ഇബാദത്തും കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയെക്കുറിച്ചും യാത്രാ മര്യാദകളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. യാത്ര എന്നത് ദുരിതത്തിന്റെ ഒരു കഷ്ടമാണ്. സഫർ, കാരണം അതിൽ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. മടങ്ങിവരവിന്റെ സന്തോഷം, എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം സ്വന്തം വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങിയെത്തുന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെ ഇല്ല. ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഈ ഒരു ദിക്റ് ചൊല്ലുന്നത്. മടങ്ങി വരുമ്പോൾ ചെല്ലേണ്ട ദിക്റ് എന്താ, അതിനെ കുറിച്ച് ഞാനേ ഒരു 2-3-4 മാസങ്ങൾക്ക് മുമ്പ്, കറക്റ്റ് എത്രയും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് വീഡിയോയില് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നാം ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ അർത്ഥം വിശദീകരണം കൂടി നമുക്ക് നോക്കി വെക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ യാത്രക്കാരൻ മടങ്ങി വരുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ് ആയിബൂന തായിബൂന ലിറബ്ബിന ഹമിദൂൻ. ഇതിന്റെ അർത്ഥം, ഞങ്ങൾ മടങ്ങി വരുന്നു, പക്ഷാതപിക്കുന്നു, ഞങ്ങളുടെ നാഥന് സ്തുതി ചെയ്തവരായി. അർത്ഥ വിശദീകരണം നോക്കിയൊക്കാം. ഈ ദിക്റിന്റെ ഓരോ വാക്കിനും വലിയ അർത്ഥമുണ്ട്. ആയിബൂന, ഞങ്ങൾ മടങ്ങി വരുന്നു, ഇത് മടങ്ങി വരുവതിനെ സ്ഥിരീകരിക്കുന്നു. തായിബൂന, ഞങ്ങൾ പക്ഷാതപിക്കുന്നു, യാത്രയിൽ അറിയാതെ വന്നു പോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് നാഥനിലേക്ക് മടങ്ങി വരുന്നു. റബ്ബിന ഹാമിദൂൻ, ഞങ്ങളുടെ നാഥന് സ്തുതി ചെയ്തവരായി. അപ്പോൾ ദിക്റിന്റെ സുന്നത്തും പ്രാധാന്യവും എന്തൊക്കെയെന്ന് നോക്കിയൊക്കെ നമുക്ക്. പക്ഷാതാപം അഥവാ തൗബ. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മൾ എന്തിനാണ് പക്ഷാതാപിക്കുന്നത്? യാത്രയിൽ നമസ്കാരങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ, സമയനിഷ്ഠയില്ലായ്മ, മറ്റുള്ളവരുമായി ഉണ്ടായ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ എല്ലാം ഓർത്ത് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ കേട്ടല്ലോ ഇതിന്റെ സുന്നത്ത്, യാത്രയുടെ സുന്നത്ത് എന്തൊക്കെയെന്ന് നോക്കിയിട്ട് ഈ ദിക്റ് ചൊല്ലുന്നത് കൂടാതെ തിരിച്ചു വരുന്നവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്തൊക്കെയാന്ന് പറഞ്ഞു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് എന്താന്ന് നോക്കുക. സ്വന്തം നാട്ടിൽ എത്തിയാൽ ആദ്യം പള്ളിയിൽ പോവുക, അവിടെ 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് മാത്രം വീട്ടിലേക്ക് പ്രവേശിക്കുക. ഇത് നിങ്ങളുടെ നാട്ടിലേക്കുള്ള മടങ്ങിവരവ് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നാക്കി തുടങ്ങുന്നതിന്റെ മഹത്വമാണ്.
ഈ ഒരു ദിക്കറൊക്കെ ചെല്ലി പോകുമ്പോൾ പിന്നെ മടങ്ങി വരുമ്പോഴൊക്കെ നമ്മൾ ചെല്ലുമല്ലോ. പോകുമ്പോൾ ചെല്ലാലത് വേറെ, പിന്നെ മടങ്ങി വരുമ്പോൾ ചെല്ലാലാണ് ആയിബൂന തായിബൂന റബ്ബിന ഹാമിദ്. അതൊക്കെ മടങ്ങി വരുമ്പോൾ ചെല്ലുമ്പോൾ എത്രമാത്രമാണെന്നോ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സമാധാനം കിട്ടുന്നത്. ചെല്ലുന്നത് ഇതനുസരിച്ച് നന്നാവും ചെയ്യും. പക്ഷെ അല്ലാത്തന്ന് ചെല്ലാതെ പോയ ദിവസമൊക്കെ ഉണ്ട് കേട്ടോ, മറന്നിക്കാണ്ടൊക്കെ പോയ വന്ന ദിവസമൊക്കെ ഉണ്ട്. പക്ഷെ ഓർമ്മയിൽ കിട്ടിയ ചെല്ലുമ്പോഴൊക്കെ എത്രയോ എന്തോ ഒരു മനസ്സിനൊരു കുളിർമ കിട്ടാറുണ്ട് കേട്ടോ. എന്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളും തന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇതൊക്കെ ചൊല്ലി ശീലിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? യാത്ര കഴിഞ്ഞ് മടങ്ങി എത്തുമ്പോൾ നമ്മൾ ചെല്ലേണ്ട ഒരു മഹത്തായ ദിക്റാണ് ആയിബൂന തായിബൂന ലി റബ്ബിന ഹാമിദോ. യാത്ര ചെയ്തതിലെ പ്രയാസങ്ങൾക്ക് ശേഷം ലഭിച്ച സുരക്ഷയ്ക്ക് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഒപ്പം എല്ലാ കുറവുകൾക്ക് ശേഷം പക്ഷാതാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം പറയാ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ യാത്രാപ്രേമികളായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.